കേൾക്കാൻ പോകുന്നത് ഹൃദയഗീതങ്ങൾ. എന്താ ഇവൻ ഇങ്ങനെ നോക്കുന്നത്? ഇവനെന്താ പെട്ടെന്നൊരു മാറ്റം? എന്തിനാടി രാവിലെ തന്നെ റീൽസ് ഒക്കെ എടുക്കുന്നേ? കുറച്ച് നേരത്തേക്കെങ്കിലും ഇൻസ്റ്റഗ്രാമിന് ബ്രേക്ക് കൊടുക്ക്. ശരി ശരി. ഏയ്, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അതായത് ഒരുപാട് നാളായി. ആ, അതിന് ഞാൻ ആകെ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഇവൻ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നല്ല മനസ്സോടുകൂടി എനിക്ക് ചെയ്തു തരുമോ? ഏയ്, മതിയാക്ക്. ഭ്രാന്താണോ നിനക്ക്? എന്തൊക്കെ ഈ പറയുന്നേ? എന്നെ പറ്റി നിനക്ക് അറിയില്ല. കരാട്ടയിൽ ഞാനേ റെയിൻബോ ബെൽറ്റാ. ബൊമ്മന്നൊരു കുത്തുന്ന നീ ശ്വാസം വിടില്ല. ഞാനൊരു കോഫിയല്ലേ ചോദിച്ചുള്ളൂ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആ, അപ്പൊ നീ ഇത്രയും നേരം ചോദിച്ചത് കോഫി ആയിരുന്നോ? ആ, ആ, നീ എന്താ വിചാരിച്ചേ? അല്ല, നീ എന്തിനാ വീട്ടിലുള്ള ആളെ പോലെ കോഫിയൊക്കെ ചോദിക്കുന്നേ? പണിക്കാരന്റെ സ്ഥാനത്ത് നിക്ക്. കുഴപ്പമില്ല, ആ പോസ്റ്റിനേക്കാൾ ഈ പോസ്റ്റാ ബെറ്റർ. അതിന് കോഫി നീ തരണമെന്നില്ല, മങ്കിയോട് ചോദിച്ചാൽ തരുമല്ലോ. എന്താ മങ്ക? കോഫി മാത്രമല്ല, ടിഫിനും ഉണ്ടാക്കി തരാം. അവളോ? എന്നെ പോലെ കോഫി ഉണ്ടാക്കണമെങ്കിലേ 10 വർഷമെങ്കിലും കോഫി ഡേയിൽ ജോലിക്ക് നിൽക്കണം. അവക്കിതൊന്നും അറിയില്ല. ഇതുപോലെ കോഫി ഉണ്ടാക്കാനേ 15 വർഷം കോഫി ഷോപ്പിൽ ജോലി ചെയ്യണം. വലിയ മുതലാളിയെ പോലെ കിടന്നുറങ്ങോ? ശരി, ആ സ്ഥലം ശരിയാവുന്നത് വരെ നിനക്ക് വേണമെങ്കിൽ അകത്തു നിന്ന് കിടക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. ഇത് ലക്ഷ്മണ രേഖയൊന്നും അല്ല, സുരക്ഷിത രേഖയാ നിനക്ക്. ഒരുപക്ഷെ ആ രേഖ എങ്ങാനും മറികടന്ന് നിന്റെ കയ്യോ കാലോ ഇങ്ങോട്ട് വന്നാ നിനക്ക് പിന്നെ നെക്സ്റ്റ് ബർത്ത്ഡേ ഉണ്ടാവില്ല. മാമ, മാമ, എന്താ മാമ ഇത്? ഞങ്ങൾക്ക് ധൈര്യം തരേണ്ട മാമൻ ഇങ്ങനെ ആയാലോ? കുട്ടിക്കാലത്ത് അച്ഛൻ പറയുമായിരുന്നു, മൂത്തവും പാവ, ഇമോഷണൽ ആൻഡ് സിമ്പിൾ ഫെല്ലോ. എന്ന ഇളവനാണെങ്കിൽ സ്റ്റബേൺ, സ്ട്രോങ് ആൻഡ് ഇൻസെൻസിറ്റീവ് ആണെന്ന്. ഞാൻ അങ്ങനെ തന്നെ വളർന്നത്. അവൻ ജനിച്ച അവനെ എന്റെ കയ്യിലേക്ക് തന്നപ്പോ ഞാൻ അറിയാതെ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ ഫീൽ എങ്ങനെയാണെന്ന് ഐ കാൻ നെവർ എക്സ്പ്ലെയിൻ ഇറ്റ്. എനിക്കത് പറയാൻ കഴിയില്ല. എന്നാൽ ഇപ്പോഴും അവൻ എന്റെ കണ്ണെത്തും ദൂരത്തുനിന്നും അകലെയായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒന്ന് മാത്രമാണ്, ജസ്റ്റ് വൺ തിങ്. അവൻ എവിടെ ആയിരുന്നാലും 4 പേർക്ക് ഉപകാരിയായിരിക്കണം. ആർക്കും അവനൊരു ഭാരമാകരുത്. ഇനിയൊന്നും വേണ്ട, നമുക്ക് നിർത്താം. ലോകത്ത് ആരായാലും പൂ കണ്ടാ സന്തോഷിക്കാ ചെയ്യാറ്.
എന്നാൽ അത് കൃഷി ചെയ്യുന്ന നമുക്ക് മാത്രം പൂക്കളെ കാണുമ്പോ കണ്ണീരാ വരുന്നേ. ഈ നാട്ടിൽ MLA അദ്ദേഹത്തിന്റെ മകനും ഉള്ളിടത്തോളം കാലം നമുക്ക് സമാധാനപരമായി കഴിയാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത ഈ പൂക്കൾ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കണ്ടിട്ട് എന്റെ ചങ്ക് തകർന്നു പോവാ. പട്ടണത്തിലൊരു അപ്പാർട്ട്മെന്റിൽ വാച്ച്മാന്റെ ആവശ്യമുണ്ട്. ആ ജോലി കിട്ടിയ ദിവസം 2 നേരമെങ്കിലും വിശപ്പ് മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആഗ്രഹിച്ചു പോവാടാ. പട്ടണത്തിലുള്ള ആളുകൾക്ക് അതിന്റേതായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ജനിച്ചു വളർന്നവരാ. ഇവിടെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതം എന്ന പോരാട്ടം നമ്മൾ അവരോടാണ് നേരിടേണ്ടത്. നിർത്തടാ, വെറുതെ മോങ്ങാതെ. ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പോയാൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെല്ലാവരും വെള്ളത്തിൽ ചാടി ചാവേണ്ടി വരും. നമുക്ക് വേണ്ടി ആരും ഇവിടെ വരില്ല. നമ്മുടെ കഷ്ടപ്പാടൊന്നും ആരും അറിയുന്നില്ലടാ. പൂവിളയിക്കുന്ന കൃഷിക്കാരന്റെ കണ്ണിൽ തീ കോരിയിടരുത്. അവർക്ക് കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാം. നമ്മുടെ കഷ്ടപ്പാട് തീരാനുള്ള വഴി തെളിയുന്നുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രയത്നിച്ചു നോക്കാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ പട്ടണത്തിലേക്ക് വന്നോളാം. എല്ലാ ജോലിയും നിന്റെ തലയിലല്ലേ? ആ ശക്തി ഒരു വട്ട് കേസാ. അവൻ കാരണം എന്തെല്ലാം കഷ്ടപ്പാടാ നിനക്ക്. അച്ഛൻ വെറുതെ ഇങ്ങനെ വിഷമിക്കണ്ട. ജോലിക്കൊരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്. അവനെല്ലാം നന്നായിട്ട് നോക്കുന്നേ. പുതിയ പയ്യനോ? ഈ കാലത്ത് തോട്ടപ്പണി എടുക്കുന്നതിനൊക്കെ ആളെ കിട്ടുവോ മോളെ? ആരാ മോളെ ആ പയ്യൻ? ഒരാളുണ്ടച്ച, രാമു എന്ന പേര്. ശരിക്കൊരു മണ്ടന. അവൻ ആരുമില്ല, ഒരു അനാഥനം. ശരിയച്ച, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സമയത്ത് ഭക്ഷണം കഴിച്ച് ശരീരമൊക്കെ നോക്കിയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛന് തന്നെ നോക്കാം. ശരി, സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ശരിയച്ച. അമ്മോ, എന്താ വീണു പോയാ? ഇറങ്ങടാ. എന്താടി അമ്മു, എത്ര നാളിങ്ങനെ തനിയെ ഓടിക്കും? നീ ഒന്ന് ഓക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നെ ഇരുത്തി ഓടിക്കും. എന്തു പറയുന്നു? നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലോ, അതൊക്കെ ആരോ ഓടിക്കുന്നെ? ഓ, നീ പണക്കാരനല്ലേ? ഓടിക്കാൻ ആരെങ്കിലും വച്ചിട്ടുണ്ടാവും അല്ലേ? എന്താടി പറയുന്നേ? നിനക്കെന്നെ അറിയാലോ അല്ലേ? നിന്റെ ഈ ഷോയൊക്കെ മാർക്കറ്റിൽ കാണിച്ചാൽ മതി. അത് എന്റെ അടുത്ത് എടുക്കണ്ട.